നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനയ മാർ റെമജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവേ, ഉദ്ഘാടകൻ അഭിനയ മാർ ജോൺ നൽകുന്ന പിതാവേ, ദേശീയ ചെയർമാൻ തോമസ് മറ്റമുടയിലച്ചൻ ഉൾപ്പെടെ വേദിയിലുള്ള ദേശീയ സംസ്ഥാന ജില്ലാതല ഭാരവാഹികളെ, ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി എന്ന വാക്കിനെ അക്ഷരത്തെറ്റോടുകൂടി ചിലരെങ്കിലും പരിതസ്ഥിതി എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ പരിസ്ഥിതി നാം വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും പരിതസ്ഥിതി വളരെ മോശമാകൂ എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് അത് ചേർത്ത് പറഞ്ഞാൽ പോലും തെറ്റില്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുക കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവിൻ്റെയും മാർ മാത്യു അറക്കൽ പിതാവിൻ്റെയും പ്രതിനിധിയായിട്ട് കൂടിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപത, കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ല ഒരുപാട് കർഷകരുടെ, പരമ്പരാഗത കർഷകരുടെ നാടാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കുടിയേറ്റ കർഷകരും ഇവിടെ നിന്ന് മലബാറിലേക്കും ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പ്രതിനിധിയായിട്ട് അഭിനയ പിതാക്കന്മാർ രണ്ടുപേരും മലബാറിൻ്റെയും ഹൈറേഞ്ചിൻ്റെയും പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷകരമായ, പ്രചോദനാത്മകമായ കാര്യമാണ്. കുറേ ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഉപ്പുതറയിൽ ഞാൻ പോയിരുന്നു. അവിടെ ആദ്യമായിട്ട് കുടിയേറിയവർ, നമ്മുടെ പൂർവികരായിട്ടുള്ളവർ, അവർക്ക് ആശ്രയമായിട്ട് ഉണ്ടായിരുന്ന മറ്റൊന്നുമില്ല, വിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല. അധ്വാനത്തോടൊപ്പം ബാക്കി ഒന്നും ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മണ്ണിനോട് പടവെട്ടി, വന്യമൃഗങ്ങളോട് പടവെട്ടി ജീവിച്ചപ്പോൾ അവരാദ്യമായിട്ട് ഒരു വൈദികനെ വരുത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് സെയിൻറ്റ് ജോർജ് ചാപ്പലിലാണ് വിശുദ്ധ കുർബാന എന്ന് അർപ്പിച്ചത്. അപ്പം ആ ഓർമ്മ നിലനിൽക്കുകയാണ്. അന്നും അതിനു മുമ്പും ഹൈറേഞ്ച് കുടിയേറ്റത്തിൻ്റെ ശതാബ്ദി ഏതാനും വർഷം മുമ്പ് ആഘോഷിച്ചപ്പോഴും എല്ലാം ചിന്തിച്ചെടുത്ത ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട ഓർമ്മ എൻ്റെ മുന്നിലുണ്ട്. അവരുടെയൊക്കെ അടുത്ത തലമുറയായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പ്രകൃതി സംരക്ഷിക്കുന്നവരാണ് കർഷകർ എന്നുള്ള അഭിമാനത്തോടെ നമുക്കിവിടെ ആയിരിക്കാം. മറ്റാരൊക്കെ അറിവില്ലാത്തവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, കർഷകരെ കുടിയേറ്റക്കാരായിട്ട് അല്ലെങ്കിൽ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കാം. പക്ഷെ നമ്മൾ അധ്വാനിച്ച് പണം കൊടുത്ത് വാങ്ങിയവരും സർക്കാരിൻ്റെ പ്രചോദന ഫലമായിട്ട് ഈ നാടിനു വേണ്ടി അവിടെ കുടിയേറുന്നതുമൊക്കെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പശ്ചാത്തലത്തിൽ തന്നെ ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ച്, വേൾഡ് എൻവയൺമെൻ്റൽ ഡേ ആയിട്ട് യുണൈറ്റഡ് നേഷൻസും ആഘോഷിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ ലോകം മുഴുവനും ഇതിനെക്കുറിച്ച് വലിയൊരു അവബോധം സൃഷ്ടിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ട് ഇത് ആചരിക്കുവാൻ, ആഘോഷിക്കുവാൻ സാധിക്കുന്നവരവിടെ കൂടിയിരിക്കുക. കാരണം അത് കർഷകരാണ്. എനിക്ക് തോന്നുന്ന ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കർഷകരല്ലാത്തവരല്ല. ഇവിടെ താഴെ ഇരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന അഭിനയ പിതാക്കന്മാർ ഉൾപ്പെടെ. കാരണം അത് അർത്ഥവത്തായിട്ട് അവർ കൃഷിയുമായിട്ട്, മണ്ണുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അനുദിനം പ്രവർത്തിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണെങ്കിൽ നല്ലൊരു കർഷകനാണ്. മണ്ണിൽ പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ചെന്നാൽ ചിലപ്പോൾ പശുത്തൊഴുത്തിൽ അവിടെ തന്നെ നേരിട്ട് ചാണകമൊക്കെ ഒരു നിൽക്കുന്ന അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശരിക്കും ചെളി പറ്റിച്ച്, മണ്ണ് പറ്റിച്ച് അധ്വാനിക്കുന്നവർ നിങ്ങൾ ഓരോരുത്തരും. ഞാനാണെങ്കിൽ അതിന് അവകാശപ്പെടുന്നില്ല വ്യക്തിപരമായിട്ട്. എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇപ്പോഴത്തെ നിയോഗം അത് വ്യത്യസ്തമായതുകൊണ്ട്. എങ്കിലും 2-3 ദിവസം മുമ്പ് നമ്മുടെ ഹൈറേഞ്ചിൽ ഉള്ള കൃഷി സ്ഥലത്ത് ഇറങ്ങി മറ്റു ചില കാര്യങ്ങൾക്കായിട്ട് ആൾക്കാരോടൊത്ത് നടക്കേണ്ടി വന്നതിൻ്റെ ഫലം ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്. കാരണം കാലിൽ ഇപ്പോഴും ചൊറിച്ചില്ല, തോട്ടപ്പുഴു കടിച്ചിട്ട്. പക്ഷെ അത് വല്ലപ്പോഴുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചെങ്കിൽ. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും എന്ന വിധത്തിൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനം ആചരിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള, ഇവിടെ അഭിനയ പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ള സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇതിൻ്റെ വളരെ പ്രതീകാത്മകമായ ചില ആചരണങ്ങൾ നടക്കുന്നുണ്ട്. വൃക്ഷത്തൈകൾ
തലമുറകളായിട്ട് ഇത് ദിനത്തോടനുബന്ധിച്ച് കൊടുത്തു വിടപ്പെടുന്നുണ്ട്. പക്ഷെ എത്ര വിഷത്തൈകളെ വച്ച് പിടിപ്പിച്ച് വളർത്തി അതിൽ ഫലം ആക്കി അല്ലെ മരമാക്കി എന്നുള്ളത് നമുക്ക് കണക്കെടുത്താൽ വളരെ അതിശയകരമായ സങ്കടകരമായ കണക്കായിരിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് കൂടുതൽ അർത്ഥവത്താണ് എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ചും 4 കോടിയിലധികം വിത്തുകൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, 25,000-ഓളം പല വൃക്ഷ തൈകൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്കുറപ്പുണ്ട് ഈ കർഷകരായ നമ്മെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഇത് ഫലം ചൂടും, ഇത് വളർന്നു വലുതാകും, ലോകത്തിന് മുഴുവൻ തണലും ഫലവും നൽകുമെന്ന് നമുക്ക് കൈയടിച്ച് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ആ വിശ്വാസത്തോടു കൂടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട ദിവസമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ഏറ്റെടുത്താൽ അത് മണ്ണിൽ നടപ്പെടും, മണ്ണിൽ വിതയ്ക്കപ്പെടും, അത് ഫലമായി മരമായി മാറുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ആ ബോധ്യത്തോടു കൂടി നിങ്ങളെല്ലാവരുടെയും എത്ര ആവേശത്തോടു കൂടിയാണ് ഇൻഫാം ഓരോ പ്രാവശ്യവും സമ്മേളനങ്ങൾ ചേരുക. മറ്റ് കർഷക സംഘടനകളെ മുന്നേറ്റങ്ങളിൽ നിന്നും പലതിൽ നിന്നും ഇൻഫാമിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഇൻഫാം എന്ന് പറഞ്ഞാൽ കർഷകരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു വശത്ത്, കർഷകരുടെ ആവശ്യങ്ങൾ അതാത് ഭരണകർത്താക്കളുടെ മുമ്പ്, ദേശീയ സംസ്ഥാന ഭരണകർത്താക്കളുടെ മുമ്പിൽ, ജില്ലയിലോ താലൂക്കിലോ ഉള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നു. അതൊരു പ്രധാന ഘട്ടം. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. അവരുടെ കാരുണ്യത്തിന് കാത്തു നിൽക്കാതെ ഒരുപക്ഷെ നമ്മുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി സ്വന്തം ഭാവിയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അധ്വാനിച്ച് പരാതിപ്പെടാതെ ഇറങ്ങുന്നവരാണ് കർഷകർ. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റുള്ളതും വ്യത്യസ്തമാക്കിക്കൊണ്ട്. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന തിരിച്ചറിവിൽ മറ്റാരുടെയും ദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കാതെ തന്നെ അധ്വാനത്തിൻ്റെ വളരെ മഹനീയ മാതൃക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഫലഗ്രാമം പദ്ധതി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. നന്ദി.